ഈശോയ്ക്ക് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കർത്താവിൻ്റെ ദിവസം നമ്മളെ ഒരുമിച്ച് ചേർത്ത അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നമുക്കറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് നമ്മളും ഈ ആലയത്തിൽ കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ അന്ന് നിർദ്ദേശിച്ചതുപോലെ ഈ ദുരന്ത മുഖത്തെ അതിജീവിക്കുവാൻ മരിയൻ ഉടമ്പടി എടുത്ത് വിശ്വസ്താപൂർവം പാലിച്ച് മുന്നേറുന്നത്. ഈ ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയിൽ നമ്മളെ പങ്കാളികളാക്കിയ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ ഒരു നിമിഷം നന്ദി പറയാം. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അത് കേൾക്കുമ്പോൾ അതിൽ ആന്തരികമായ വലിയ ചലനങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളും വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്കൊരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നാളിതുവരെ നൽകിയ എല്ലാ നന്മകൾക്ക് നന്ദി കർത്താവേ, സൗഖ്യത്തിന് നന്ദി കർത്താവേ, സമാധാനത്തിന് നന്ദി കർത്താവേ, ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് നന്ദി കർത്താവേ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരീക്ഷകൾക്ക് വിജയം നൽകിയതിന് നന്ദി കർത്താവേ. യേശുവേ, സ്തുതി ആരാധന മഹത്വം നന്ദി കർത്താവേ, സ്തുതി ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. ഈ ആരാധനയിൽ പങ്കുചേർന്ന ഓരോരുത്തരെയും അവിടുത്തെ ദിവ്യകാരുണ്യത്തിന്റെ സംരക്ഷണയാൽ അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ജീവിതങ്ങളെ ക്രമപ്പെടുത്തണമേ. ഉടമ്പടിയിൽ സംരക്ഷണയിൽ എല്ലാ പ്രമസ്തവും തരണം ചെയ്യുവാൻ ആത്മധൈര്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. സ്തുതി കർത്താവേ, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കാം.
അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹ വേളയിൽ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ആമേൻ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. ഈ ആരാധനയിലൂടെ ജോസഫ് അച്ഛനിലൂടെ കാലത്തിന് ആവശ്യമായ, ഞങ്ങൾക്ക് ആവശ്യമായ ദൈവവചനത്തിലെ സന്ദേശങ്ങളിൽ ഞങ്ങളെ പരിപാലിക്കണമേ കർത്താവേ. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സ്തുതി, ആരാധന, മഹത്വം, സ്തുതി കർത്താവേ. ആദ്യമായി പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിയിൽ എൻ്റെ കുടുംബമായി സാക്ഷ്യമറിയാൻ അവസരം ലഭിച്ചതിനോർത്ത് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ വരുന്നത് അങ്കമാലി കറുവിറ്റിയിൽ നിന്നാണ്. ഞങ്ങളുടെ കുടുംബം മൊത്തമായി ഉടമ്പടി ജീവിതത്തിലാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അതിൽ മാതാവിൻ്റെ തൈലം ഉപയോഗിച്ചുള്ള ഒരു രോഗസൗഖ്യമാണ് പ്രധാനമായി ഞാൻ പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ കണ്ണിന് കാഴ്ച കുറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ പിറ്റേ ദിവസം ആൾ വരുന്നപ്പോൾ നമ്മൾ ഒരു ബ്ലൈൻഡായിട്ട് വ്യക്തി എങ്ങനെ നോക്കുന്നോ അതുപോലുള്ള രീതിയിലായിരുന്നു ആളുടെ നോട്ടവും നടത്തവും. ആളുടെ കൃഷ്ണമണിക്ക് സ്റ്റക്കായി പോയി. ഞങ്ങൾ ആയുർവേദം, അലോപ്പതിയൊക്കെ മാറി മാറി കണ്ടു. ഡോക്ടർമാർ പറഞ്ഞു കണ്ണിന് ഒട്ടും ട്രസ്റ്റ് കൊടുക്കരുത്, ഉറക്കമൊളിക്കരുത് എന്ന് നിർദ്ദേശങ്ങളൊക്കെ തന്നു. പക്ഷേ ഹസ്ബൻഡിന് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഉറക്കമൊളിക്കാത്ത സമയം കുറവായിരുന്നു ആ ദിവസങ്ങളിൽ. പ്രത്യേകിച്ചും അത് മാതാവിൻ്റെ ഒരു മഹത്വം ദർശിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നു. ആ ദിവസങ്ങളിൽ പ്രോപ്പറായി അടുപ്പിച്ച് തന്നെ ഹസ്ബൻഡിന് 3-4 ദിവസം ഒട്ടും ഉറങ്ങാൻ പറ്റാത്ത ഡ്യൂട്ടിയായിരുന്നു. അപ്പോൾ വീട്ടിൽ വരുന്ന ദിവസം ഞാൻ തൈലം നെറ്റിയിലും കൺപോളകളിലൊക്കെ പറ്റി കൊടുക്കും. അതിനുശേഷം ഞാൻ എൻ്റെ കണ്ണിൽ തന്നെ പറ്റി നെറ്റിയിലും പറ്റി പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ ആൾ 3-4 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ തീർത്തും ഉറങ്ങാൻ പറ്റിയില്ല. ഉറങ്ങാതെ വീട്ടിൽ വന്നു. അപ്പോൾ ആൾക്ക് കണ്ണിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മളെങ്ങനെ നോക്കുന്നോ അതുപോലെ നല്ല രീതിയിൽ നോക്കാനും അയാൾക്കെല്ലാം ഡബിൾ വിഷനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ നമ്മളെങ്ങനെയാണ് ചേട്ടൻ മുമ്പ് നോക്കിയിരുന്നേ അതുപോലെ തന്നെ നോക്കാൻ സാധിച്ചു. ഇത് വലിയൊരു മാതാവിൻ്റെ മഹത്വം ദർശിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിന് ഇടവരുത്തി. എൻ്റെ ഹസ്ബൻഡിനെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഇപ്പോഴും തുടർന്നും എല്ലാ ദിവസവും പോകുമ്പോഴും തൈലം പറ്റി ഞങ്ങളെല്ലാവരും തൈലം ഉപയോഗിച്ച് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈശോയെ 1000 നന്ദി. മാതാവിനും പരിശുദ്ധമ്മയ്ക്ക് 1000 നന്ദി. ഇനി എൻ്റെ മക്കൾക്ക് ഉണ്ടായ അനുഗ്രഹങ്ങൾ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തും. വിശംസായിക്കട്ടെ. എൻ്റെ പേര് ഡിക്സൺ ബേബി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് 9, 2025 ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ സാധിച്ച ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീയമായി വളരാനും പിന്നെ സമാധാനം. എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പം എനിക്കങ്ങനെ കാര്യമായിട്ട് ടെൻഷനോ ഒന്നിനെക്കുറിച്ച് ഒരു ആകുലതയില്ല. നല്ലൊരു സമാധാന ജീവിതമായിട്ട് ആണ് ഇപ്പം നയിക്കുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ജർമ്മനിയിൽ ഞാൻ ഉദ്ദേശിച്ച കോഴ്സിന് തന്നെ അഡ്മിഷൻ കിട്ടിയതാണ്. ഞാൻ ഒരു 1000-ഓളം ആപ്ലിക്കേഷൻസ് സ്വന്തമായിട്ടും പല ഏജൻസി വഴിയും ജർമ്മനിലുള്ള ജർമ്മൻ ഏജൻസി വഴിയും ഞാൻ അയച്ചായിരുന്നു. പക്ഷേ എല്ലാവർക്കും എനിക്കൊരു റിജക്ഷനാണ് കിട്ടിയത്. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ പോകാൻ ഉദ്ദേശിച്ച കോഴ്സിന് ജർമ്മനിയിലുള്ള ആൾക്കാരെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാർച്ച് 9 ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ ഉടമ്പടി തന്നെ എനിക്ക് തീരാറാവുന്നതിന് മുന്നേ തന്നെ എനിക്ക് ജർമ്മൻ ഒരു ഏജൻറ്റ് ഇങ്ങോട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും എനിക്ക് പാസ്സാവാനും സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ മുതൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു, എനിക്ക് ജർമ്മനിയിൽ എവിടെ കിട്ടിയാലും പള്ളിയും അത്യാവശ്യം പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം വേണമെന്ന്. അതേപോലെ തന്നെ മാതാവ് എനിക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന സ്ഥലം
ഞാൻ എന്തൊക്കെ ചോദിച്ചോ അതൊക്കെ ഇരട്ടിയായിട്ട് ആണ്. അതായത് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തായാലും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും എല്ലാത്തിൻ്റെ അടുത്തും പള്ളിയുണ്ട്, അതും ഒരു 500 മീറ്ററിന് താഴെ. അതുപോലെ തന്നെ പാർട്ട് ടൈമിനും ഒരുപാട് ഓപ്ഷൻസ് അതിൻ്റെ ചുറ്റും മാതാവ് എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് VFS വിസ അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ക്ലാസ് തുടങ്ങുന്നത് ഓഗസ്റ്റ് 1-ാം തീയതി ആയിരുന്നു. പക്ഷേ എൻ്റെ കോൺട്രാക്റ്റ് വന്നത് ജൂൺ ലാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ അപ്പോയിൻമെൻറ്റ് കുറേ ട്രൈ ചെയ്തു, പല രീതിയിലും ട്രൈ ചെയ്തു. എനിക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കാണിക്കുന്നത്, ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ് കാണിക്കുന്നത് തന്നെ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് ഇല്ലെങ്കിൽ സെപ്റ്റംബറിലേക്കായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇവിടെ ജൂലൈ 2-ാം തീയതി അച്ഛനെ വന്ന് കണ്ടു. അച്ഛനെ വന്ന് ജോസഫ് അച്ഛൻ കണ്ട് ബ്ലെസ്സിങ് മേടിച്ചു. ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ബ്ലെസ് ചെയ്തിട്ട് അടുത്ത ആളിലേക്ക് പോയി. പക്ഷേ ആ സമയത്ത് ഇവിടെ ഇതേപോലെ ഒരു ചേച്ചി സാക്ഷ്യം പറയുന്നുണ്ടായി. സാക്ഷ്യത്തിൽ ആ സാക്ഷ്യം കേട്ടിട്ട് അച്ഛൻ പെട്ടെന്ന് അടുത്ത ആളുടെ അടുത്ത് നിന്ന് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നീ ആ സാക്ഷ്യം കേട്ടോ. സാക്ഷ്യത്തിൽ ആ ചേച്ചി പറഞ്ഞത് ആ ചേച്ചിക്ക് ഒരു പൊസിഷൻ മാതാവ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതിനെ പറ്റിയായിരുന്നു. ഞാനിവിടെ ബ്ലെസ്സിങ് മേടിക്കാൻ നിൽക്കണ കാര്യം കൊണ്ട് തന്നെ ഞാൻ അധികം അത് ആദ്യം മുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അച്ഛൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത്, അതും അവസാനമായിരുന്നു. അപ്പം പിറ്റേ ദിവസം തന്നെ ആ സാക്ഷ്യം യൂട്യൂബിൽ വരികയുണ്ടായി. ഞാൻ രാവിലെ തന്നെ ആ സാക്ഷ്യം കണ്ടു. അപ്പോഴാണ് എനിക്ക് ശരിക്കും അത്ഭുതമായത്. കാരണം ആ ചേച്ചി ആ സാക്ഷ്യത്തിൽ പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട്, 28 ദിവസം. ആ 28 ടൈം പീരീഡ് തന്നെയാണ് ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്തും പറഞ്ഞത്. ഞാനിവിടെ ജോസഫ് അച്ഛനെ കാണാൻ വന്നത് ജൂലൈ 2-ാം തീയതിയാണ്. കറക്റ്റ് ഒരു 28 ദിവസം തന്നെ എനിക്കുണ്ടായുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി അച്ഛൻ വഴി മാതാവ് എനിക്ക് തന്ന ഒരു മെസ്സേജാണ് ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അങ്ങനെ അത് വിശ്വസിച്ചു. പിന്നെ ആ ആഴ്ച തന്നെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ, അതായത് 7-ാം തീയതി അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറയുണ്ടായി, വിസ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോയിൻമെൻറ്റ് കാര്യം ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് 8 ദിവസത്തിനുള്ളിൽ ശരിയാവുന്നു. അതേപോലെ തന്നെ അച്ഛൻ പറഞ്ഞ പോലെ 8-ാമത്തെ ദിവസം എനിക്കൊരു ബാംഗ്ലൂരിലൊരു ഏജൻറ്റ് വഴി എനിക്ക് VFS ഡേറ്റ് കിട്ടി. അത് ഓഗസ്റ്റ് 4-നാണ് എനിക്ക് കിട്ടിയത്. അന്ന് തന്നെ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്ത അന്ന് തന്നെ ഞാൻ ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്തു ഓഗസ്റ്റ് 3-ാം തീയതിക്ക്. പക്ഷേ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എനിക്ക് ബുക്ക് ചെയ്ത് തന്ന കാറ്റഗറി വേറെയായിരുന്നു. എനിക്ക് ഏത് കാറ്റഗറിയാണോ വേണ്ടത് അതല്ലായിരുന്നു എനിക്ക് ബുക്ക് ചെയ്തത്. ഞാനപ്പോൾ ഈ ഒരു പ്രോബ്ലം പറഞ്ഞുകൊണ്ട് VFSലേക്കും ജർമ്മൻ കോൺസുലേറ്റിലേക്കും ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമുക്കിതിൽ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷെ അവർ പറഞ്ഞത് ഇതിൽ പറ്റില്ല, ഇത് റിജക്ഷൻ ആവുള്ളൂ, ഇത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയത് എടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ക്യാൻസൽ ചെയ്യാൻ നോക്കിയപ്പോഴും പിന്നെയും ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടിക്കണ അപ്പോയിൻമെൻറ്റ് ഡേറ്റിൻ്റെ 3 വർക്കിംഗ് ഡേയ്സ് മുന്നേ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എനിക്ക് ഓഗസ്റ്റ് 4-നാണ് കിട്ടിയത്. ജൂലൈ ലാസ്റ്റ് വീക്കൊക്കെയാണ് എനിക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ക്യാൻസൽ ചെയ്ത് പുതിയൊരു ഡേറ്റ് എടുക്കാമെന്ന് വെച്ചാൽ തന്നെ എനിക്ക് സെപ്റ്റംബർ ലാസ്റ്റിലോ ഒക്ടോബർ 1-ലോ ഒക്കെ ഡേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരുപാട് ക്ലാസ് പോവും. ഓഗസ്റ്റ് 1 തൊട്ട് ഒക്ടോബർ വരുന്ന ഒരുപാട് ക്ലാസ് പോവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അപ്പോഴും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ജൂലൈ അവസാനം ലാസ്റ്റ് വീക്കായപ്പോൾ ഏജൻറ്റ്, അതായത് ബാംഗ്ലൂരിലെ ഏജൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചു, ക്യാൻസലായിട്ടുണ്ട്, ഫുൾ എമൗണ്ട് എനിക്ക് റീഫണ്ടും ചെയ്തു ക്യാൻസലായെന്ന് പറഞ്ഞ്. അന്ന് തന്നെ ഞങ്ങൾ പുതിയൊരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവരുടെ സൈറ്റിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ പഴയ അപ്പോയിൻമെൻറ്റ് സ്റ്റിൽ വാലിഡ് ആണെന്ന് പറഞ്ഞ്. ആക്ച്വലി ഏജൻറ്റ് നമുക്ക് ക്യാൻസലായെന്ന് പറഞ്ഞ് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ക്യാൻസലാവാത്തത് എന്ന് മനസ്സിലായില്ല. പിന്നെ ചിന്തിച്ചു ചിലപ്പോൾ ഒരു 24 മണിക്കൂറൊക്കെ എടുക്കും അതിൽ അവരുടെ സൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെയും പിറ്റേ ദിവസം നോക്കിയപ്പോഴും സെയിം സിറ്റുവേഷൻ, ഇത് ആക്റ്റീവായിട്ട് തന്നെ കാണിച്ചത്. അപ്പോൾ മനസ്സിലായി ഇത് മാതാവ് ക്യാൻസലാക്കാത്തതാണ്, മാതാവാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഓഗസ്റ്റ് 3-ാം തീയതി ട്രെയിൻ ടിക്കറ്റ്
ബുക്ക് ചെയ്തിട്ട് ഉള്ള കാരണം തന്നെ അന്ന് രാവിലെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആക്റ്റീവ് ആണെങ്കിൽ പോവാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് വേറൊരു കാറ്റഗറി ആയിരുന്നു. ആ കാറ്റഗറിയിൽ പോയാൽ എനിക്ക് വിസ അടിച്ച് കിട്ടില്ല എന്ന് ജർമ്മൻ കോൺസുലേറ്റിൽ നിന്നും VFS നിന്നും, അതായത് പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്ത എല്ലാവരും എന്നോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പുതിയൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തെന്ന് അച്ഛൻ പറഞ്ഞത്. പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നോർമലായിട്ടായിരിക്കില്ല നമ്മുടെ കാര്യങ്ങൾ നടക്കാമെന്ന്. അതിൽ വിശ്വസിച്ചുകൊണ്ട് 3-ാം തീയതി രാവിലെ ഞങ്ങൾ പോയി. 4-ാം തീയതി രാവിലെ ഡെയിലി ബ്രെഡൊക്കെ കണ്ടു. അങ്ങനെ 4-ാം തീയതി രാവിലെ ഞാൻ VFS ചെന്നു. അവിടെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സും അപ്പോയിൻമെൻറ്റും അവിടെ വെരിഫൈ ചെയ്തിട്ട് അവരുടെ സിസ്റ്റത്തിൽ അത് അപ്ലോഡ് ചെയ്യലാണ്. അവിടെ നമ്മുടെ ഏത് കാറ്റഗറി ആണോ അത് അവർ സെലക്ട് ചെയ്ത് അവരുടെ സിസ്റ്റത്തിൽ ഫോർവേഡ് ചെയ്യും. അങ്ങനെ ഫോർവേഡ് ചെയ്യാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് എൻ്റെ ഏത് കാറ്റഗറി ആണോ എനിക്ക് അവർ എടുത്തു തന്ന ആ കാറ്റഗറി മാത്രം അതിൽ സെലക്ട് ആയില്ല. അതുമാത്രമല്ല അത് സെലക്ട് ആവുന്നില്ല, അങ്ങനെ ഒരു കാറ്റഗറി അതിൽ കാണിക്കുന്നില്ല എന്ന് അവിടെ ഇരുന്ന ഓഫീസർ, അപ്പുറത്തെ കൗണ്ടറിലിരുന്ന ഓഫീസറിനോട് ചോദിച്ചു. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് നോർമലായിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യമല്ല. കാരണം ഒരു ദിവസം 10,000 പേര് അവിടെ വന്ന് അപ്പോയിൻമെൻറ്റ് ഇതേപോലെ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് നോർമലായിട്ടുള്ള കാര്യമാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ മാതാവ് ഇടപെട്ടതാണെന്ന്. അതേപോലെ തന്നെ ഏതാണോ എനിക്ക് വേണ്ട കാറ്റഗറി, എനിക്ക് ഏത് കാറ്റഗറിയാണോ വേണ്ടത് ആ കാറ്റഗറിയിൽ എൻ്റെ വിസ അവർ ഫോർവേഡ് ചെയ്തു. എനിക്ക് വേണ്ടാത്ത കാറ്റഗറി മാതാവ് അന്ന് ആ ലിസ്റ്റിൽ നിന്ന് മാറ്റിയിരുന്നു. ഇന്നലെ വിസ വന്നു. അടുത്ത ആഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാണ്. ബാക്കി സാക്ഷ്യം ചേച്ചി പറയുന്നതാണ്. യേശുമിശിഹായ്ക്ക് ആയിരിക്കട്ടെ. എൻ്റെ പേര് ദൃശ്യ, ഇതെൻ്റെ ഹസ്ബൻഡാണ് ജിബിൽ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് January 2, 2023 അപ്പോൾ ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷിയാണ്. അപ്പോൾ 6 വട്ടം ഉടമ്പടി പുതുക്കി. അപ്പം ഞങ്ങളെല്ലാവരും ഉടമ്പടി ജീവിതത്തിലാണ്. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമാണ് അനിയൻ്റെ ജർമ്മൻ എക്സാമിന് അവൻ B2 എല്ലാ മൊഡ്യൂൾസും ക്ലിയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ 2 അറ്റംപ്റ്റിൽ തന്നെ അവൻ എല്ലാ മൊഡ്യൂൾസും ക്ലിയർ ചെയ്യും. ഇപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനെ അവൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ആൾക്കും ആളുടെ ഫാമിലിക്ക് ആത്മീയമായിട്ടുള്ള വളർച്ച, ദൈവവിശ്വാസം കാര്യങ്ങളൊക്കെ നല്ല കൂട്ടത്തിലാണ്. പക്ഷേ ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോയാൽ മതി, അത്രയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉടമ്പടിയിലെ വസ്തുക്കളോടായാലും വിശുദ്ധ വസ്തുക്കളോടായാലും ആൾക്ക് അത്രയും വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആൾക്ക് വിശ്വാസം വർദ്ധിച്ചു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ആൾ ഡെയിലി ബ്രെഡായാലും അതുപോലെ ഞാൻ വിശുദ്ധ ഉപ്പൊക്കെ കൊടുത്തു വിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കും. അതുപോലെ ഇപ്പോൾ ആൾ ദുബായിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടിലേക്ക് വന്നപ്പോൾ സാധാരണ നാട്ടിൽ വരുമ്പോൾ ആൾ ഫിറ്റ്നസ് ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ജിമ്മിലാണ് പോവുക. ഇപ്പോൾ ജിമ്മിലൊന്നും പോവാതെ ആൾ എൻ്റെ കൂടെ ഡെയിലി കുർബാനയ്ക്ക് വരും. അതുപോലെ ഞങ്ങളുടെ കൂടെ പ്രേക്ഷിത പ്രവർത്തനം കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ആൾ ആത്മീയമായിട്ട് വളർന്നു. അപ്പോൾ ഉടമ്പടി ജീവിതത്തോട് ആൾക്കൊരു താല്പര്യമൊക്കെ തോന്നി തുടങ്ങി. പിന്നെയെന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട്, അതോടുകൂടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് പ്രയർ എക്സ്പീരിയൻസ് ഒന്നും കൂടാതെ തന്നെ എന്നെ ഡയറക്റ്റായിട്ട് എൻ്റെ 25ാമത്തെ വയസ്സിൽ എന്നെ ഡയറക്റ്റായിട്ട് HOD പോസ്റ്റിലേക്കാണ് അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പം എനിക്ക് കോളേജിൽ മുന്നേ പഠിപ്പിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ല. അതുപോലെ തന്നെ ഞാൻ കോളേജിൽ പഠിപ്പിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ്. കാരണം എനിക്ക് റിസർച്ച് ഫൈനൽ ഇയർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഒരിക്കലും ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് കരുതിയ കാര്യമായിരുന്നു. പക്ഷേ എൻ്റെ പിള്ളേരുടെയൊക്കെ പ്രൊജക്റ്റ് ഞങ്ങളുടെ ഫാക്കൽറ്റീസിൽ ഞാൻ മാത്രമാണ് ഒരു ഫുൾ ഇയർ അവരുടെ കൂടെ പ്രൊജക്റ്റിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. പ്രൊജക്റ്റ് എല്ലാവരും റിസർച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. അതുപോലെ എൻ്റെ 5th സെമ്മിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരുടെ 5th സെം കഴിഞ്ഞപ്പോൾ 6th സെമ്മിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ എൻ്റെ എല്ലാ പിള്ളേരും പാസ്സാവണമെന്നൊരു നിയോഗം ഞാൻ വെച്ചായിരുന്നു. അപ്പോൾ 6th സെമ്മിൽ റിസൾട്ട് വന്നതിന് ഇപ്പോൾ 5th സെമ്മിൽ ഒരു 3-4 പിള്ളേരെങ്കിലും ചില സബ്ജക്ട്സിനൊക്കെ പോയായിരുന്നു. പക്ഷേ 6th സെമ്മിൽ അവരുടെ എക്സാം
ആരും തന്നെ പിള്ളേർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അവർക്ക് അത്രയും പേര് പാസ്സാവും എന്നുള്ളത്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പാസ്സായി. അതുമല്ല എക്സാം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം നമുക്കറിയാം അതിൻ്റെ വാല്യുവേഷൻ ഡിഫിക്കൽട്ട് ആകുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര പേടിയും കൂടിയായിരുന്നു, കുറേ പേരൊക്കെ ഫെയിൽ ആവുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ പിള്ളേർക്ക് നല്ലൊരു വിജയം നൽകി. അത് പിന്നെ എനിക്ക് ഉള്ള കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പം ജോലി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 1 year ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് ജോലിക്ക് കയറിയപ്പോൾ നല്ല സ്ട്രഗിൾസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു അക്കാദമിക് ഇയർ തീരാറായപ്പോഴത്തേനും ഈ ഒരു ജോലി മതി, നാട്ടിൽ തന്നെ സെറ്റിൽ ആവുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം അബ്രോഡ് പോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ IELTS ട്രെയിനറായിട്ടും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, IELTS എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ എൻ്റെ ആഗ്രഹം പോയി. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം പനീന് ജർമ്മനിക്ക് അവൻ പഠിക്കുന്നു, അവന് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നു. പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഇതുപോലെ ജർമ്മനിക്ക് പോയാൽ എന്താ ഒന്ന് നോക്കിയാലോ എന്നൊരു തോട്ട് വന്നു. അതുപോലെ ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹം ഞാനൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു തോട്ട് പെട്ടെന്ന് വന്നു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളൊരു ഏജൻസിയിൽ പോയി. അവിടെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ചെല്ലുന്നിടത്തൊക്കെ എനിക്ക് മാതാവ് തന്നത് ഓഫേഴ്സായിരുന്നു. ഞാൻ ചെല്ലണ അന്ന് ഞാൻ അപ്രോച്ച് ചെയ്ത ഏജൻസിയുടെ ഒരു ആനിവേഴ്സറി റിലേറ്റ് ചെയ്തിട്ട് അവിടെ ഓഫർ പ്രൈസാണ്. അപ്പം എൻ്റെ സ്റ്റുഡൻസൊക്കെ ആ ഒരു ഏജൻസി ത്രൂ പോയിട്ടുണ്ട് ചിലരൊക്കെ. അപ്പം ഉള്ളതിനേക്കാളും എനിക്ക് ജസ്റ്റ് 1 lakhിലാണ് എൻ്റെ ജർമ്മൻ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് ഓഫർ പ്രമാണിച്ച് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ ഒരു ദിവസം ഞാൻ പോയായിരുന്നെങ്കിലും എനിക്കൊരു ഓഫറിൽ കിട്ടില്ലായിരുന്നു. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഫിനാൻഷ്യലി അറേഞ്ച് ചെയ്യണം, ബ്ലോക്കിംഗ് എമൗണ്ടൊക്കെ വേണം. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് എമൗണ്ട് എന്നാലും വേണം. അപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കായാലും പലരിലൂടെയും മാതാവ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ലോൺ വെക്കാനാണെന്നുണ്ടെങ്കിലും ലോൺ വെക്കാൻ പോയെടുത്ത് വരെ ഞങ്ങൾക്ക് ഓഫർ ഉണ്ടായിരുന്നു. പല ബാങ്കിലും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം നമ്മൾ വെച്ച ബാങ്കിൽ ആ സമയത്ത് നമുക്ക് ഓഫർ കിട്ടി. അങ്ങനെ ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആയി. പിന്നെയെന്ന് പറയുന്നത് ഞാൻ ഏജൻസിയുടെ അടുത്ത് എൻ്റെ സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ട് ഒരു കോഴ്സാണ് ഞാൻ അഗെയിൻ ഒരു PG ചെയ്യാമെന്നുള്ള രീതിക്കാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞ കോഴ്സ് ഞാൻ എൻ്റെ കംഫർട്ട് സോൺ നോക്കി വെച്ചതായിരുന്നു. അപ്പം എൻ്റെ ഏജൻസി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കോഴ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിന് മാച്ച് ചെയ്യണ മാക്സിമം നമ്പർ ഓഫ് കോഴ്സസിന് അവരായിട്ട് അപ്ലൈ ചെയ്യും. ഏതൊക്കെ യൂണിവേഴ്സിറ്റി ഏതൊക്കെ കോഴ്സ് എന്നുള്ളവർ നമ്മളോട് പറയുക പോലുമില്ല. അപ്പോൾ ഞാൻ ഫെബ്രുവരിയിലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയത്. അപ്പോൾ ജൂണായിട്ടും എനിക്ക് റിപ്ലൈസ് ഒന്നും വരാണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി. ഇപ്പോൾ ഞാൻ ജോലി നിർത്താമെന്നുള്ളത് തീരുമാനിച്ച് കൺവേ ചെയ്തായിരുന്നു കോളേജിൽ. അപ്പോൾ അപ്ഡേറ്റ് ഒന്നും ഇല്ലെന്ന് വെച്ചാൽ ടെൻഷനായി തുടങ്ങിയായിരുന്നു. പിന്നെ ഞാൻ ചില പിള്ളേരെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഒരു 1 year ആയിട്ട് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കിയിട്ടും ആ പിള്ളേർക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ടെൻഷൻ ഇരട്ടിച്ചു. പക്ഷേ എനിക്ക് നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഇൻറ്റൻസ് ആക്കി കൊണ്ടുവന്നു. അങ്ങനെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോ വട്ടവും ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഉപവാസം എടുത്തിട്ട് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ എനിക്ക് പോസിറ്റീവ് ന്യൂസുകളാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു കോളേജിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഉള്ള കോളേജാണെന്ന് പറഞ്ഞാൽ ഞാൻ ആപ്ലിക്കേഷൻ വെക്കേണ്ടതെന്ന് പറയുള്ളൂ. കാരണം ഒരു ഫോറിനർ ഇൻ്റർവ്യൂ വെച്ചിട്ട് നമുക്ക് അതിനുള്ളൊരു ക്യാപ്പബിലിറ്റി എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ ഷോർട്ട് ലിസ്റ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് അപ്പിയർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ സെയിം വീക്കിൽ എനിക്ക് 2 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂസ് വന്നു. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. ഇപ്പോൾ 2 ഇൻ്റർവ്യൂ വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ഏത് ചൂസ് ചെയ്യുന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ എനിക്ക് വന്നത് ഞാൻ കോളേജിൽ ഇരുന്നിട്ട് തന്നെയായിരുന്നു അറ്റൻഡ് ചെയ്തത്. അതൊരു ബ്ലൂ കളറിൽ ഡ്രസ്സ് ഇട്ട ഒരു ലേഡി ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ നടത്തിയത്. അതിനാ ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് കാശ്രൂപി കൊന്ത എൻ്റെ കയ്യിൽ എന്നെ പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എനിക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ഞാൻ ഇൻ്റർവ്യൂ ഞാൻ ക്ലിയർ ചെയ്തു. പിന്നെ എനിക്ക് വന്ന ഇൻ്റർവ്യൂ സെയിം വീക്കിൽ വേറൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇന്നത് തരണം എന്ന് പ്രാർത്ഥിക്കില്ല, എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഒഴിഞ്ഞു പോകണമെന്നേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. സെക്കൻഡ് ഇൻ്റർവ്യൂ എനിക്കൊരു ടെക്നിക്കൽ എറർ കാരണം എനിക്ക് ആ ഇൻ്റർവ്യൂ പോവുകയും ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഉറപ്പായി എന്നാൽ പിന്നെ ഇത് തന്നെയാണ് മാതാവ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലേസ് ആയിരുന്നു ഒരു പ്രശ്നം. എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് സീഗലിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്, MSc HCA എന്ന് പറഞ്ഞൊരു കോഴ്സിന്. അപ്പോൾ ഞാൻ അന്വേഷിക്കുന്നവർക്കൊന്നും ഈ ഒരു പ്ലേസ് അറിയത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾക്ക് പലർക്കും കോളേജിൻ്റെ ഇന്ത്യൻസിൻ്റെ ഗ്രൂപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ആളുകളായിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് കുറേ പേർക്ക് റിക്വസ്റ്റ് അയച്ചിട്ട് ഒരാൾ മാത്രം എനിക്ക് റെസ്പോണ്ട് ചെയ്തായിരുന്നു. ആ റെസ്പോണ്ട് ചെയ്താൽ അങ്ങനെ നമ്മൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിപ്പം ഞാൻ എൻ്റെ കോഴ്സ് പഠിക്കണം ആരെങ്കിലും അറിയുമെന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ല എന്ന് ആദ്യം പറഞ്ഞത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ആൾ മെസ്സേജ് ചെയ്തു. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു, ആ ചേട്ടൻ ഇതുപോലെ നിങ്ങളുടെ കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാം വഴി പലർക്ക് മെസ്സേജ് ചെയ്തിട്ട് ഒരാളെനിക്ക് കറക്റ്റ് റിപ്ലൈ തരും. ആൾ തന്നെ എൻ്റെ കോഴ്സ് ആകെ 2 മലയാളികളാണ് അവിടെ ചെയ്യുന്നത് ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റിയിൽ. ആ 2 മലയാളീസിനെയും ചേട്ടൻ
ഹാരിസ് എന്ന് പറയുന്ന ചേട്ടനും അതുപോലെ എൻ്റെ സെയിം നെയിമിലുള്ള ദൃശ്യ എന്ന് പറയുന്ന ചേച്ചി. എൻ്റെ പേര് ദൃശ്യയാണ്. ദൃശ്യ എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ ഒരു സീനിയർ. അങ്ങനെ 2 മലയാളീസും കണക്ട് ചെയ്യാനും പറ്റി. അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണമായിരുന്നു സെൽഫായിട്ട്. സോ ആ കാര്യങ്ങൾക്കൊക്കെ അവരെന്നെ ഗൈഡ് ചെയ്തായിരുന്നു. അങ്ങനെ എൻ്റെ അക്കോമഡേഷൻ ആയാലും എൻ്റെ കോഴ്സായാലും എല്ലാം പ്രോപ്പറായിട്ട് ഞാൻ പ്രതീക്ഷനേക്കാളും ഫാസ്റ്റായിട്ട് പിന്നെ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് വേഗം നടന്നായിരുന്നു. പിന്നെ എനിക്ക് വിസയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് VFSന് മാതാവിൻ്റെ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് മാതാവിൻ്റെ സൈൻ വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാലാണ് നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുള്ളത് മാതാവ് തന്നതാണ്. അപ്പോൾ ഞാൻ IELTS എക്സാം എഴുതുമ്പോഴായാലും എൻ്റെ സ്പീക്കിംഗ് എടുത്ത് ബ്ലൂ ഡ്രസ് ഇട്ടൊരു ലേഡി ആയിരുന്നു. ഇവിടെ ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിലും ബ്ലൂ ഡ്രസ് ഇട്ടൊരു ലേഡി ആയിരുന്നു. അപ്പോൾ VFSൻ്റെ ടൈം ഞാൻ ബയോമെട്രിക്സിന് ഇരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ 2:30 ആയിരുന്നു എൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. അതൊക്കെ കൂളായിട്ട് കഴിഞ്ഞു. പിന്നെ എനിക്ക് വിസ വരണതും മാതാവിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങൾ കഴിയുമ്പോഴായിരിക്കും എനിക്ക് എന്തെങ്കിലും പോസിറ്റീവ് റെസ്പോൺസ് കൂടുതൽ വരിക. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് വിസയുടെ അപ്ഡേറ്റ് വന്നത് അവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്ന് VFSന്ന് വന്നത് ഒരു 8-ാം തീയതിയാണ്. എൻ്റെ കയ്യിൽ റിസീവ് ചെയ്തത് ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഇതൊന്നും മാതാവായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്തില്ലോ എന്ന് വിചാരിക്കും. എനിക്ക് 7 എന്നുള്ള ഡേറ്റ് ആണെങ്കിൽ എനിക്ക് 7 ദിവസമാണെങ്കിൽ ചൊവ്വയോ ബുധനോ കിട്ടണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ പക്ഷേ വിസ വന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ വിസ ഇഷ്യൂ ചെയ്തേക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 7-ാം തീയതിയാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി മാതാവിൻ്റെ പദ്ധതികളാണ് ഇതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരു കൈപ്പ് മാതാവ് ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് തരുന്ന അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ നമ്മുടെ പത്രമൊക്കെ വഴി സൈഡിലുള്ളവർക്കും അതുപോലെ ഓട്ടോ സ്റ്റാൻഡ്, ഹോസ്പിറ്റൽ അങ്ങനെ കൊടുക്കും. പിന്നെ വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഏകസ്ഥരായിട്ട് ജീവിക്കുന്നവരെ കുറച്ച് പേരുണ്ട്, അവർക്ക് കൊടുക്കും. വഴി സൈഡിലുള്ളവർക്ക് കൊടുക്കും. പിന്നെ ഞങ്ങൾ സെറിബ്രൽ പാൾസി വന്നപ്പോൾ ഫിസിക്കലി മെൻ്റലിയൊക്കെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളെ അവരുടെ അടുത്ത് പോയിട്ട് വീക്ക്ലി 2 ഞങ്ങൾ പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരെ കുളിപ്പിക്കാനും ഫുഡ് കൊടുക്കാനും അവിടെ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന യേശുവിനും ദൈവമാതാവിനും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു.